നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം ഓണം ഫെസ്റ്റിവൽ ഇന്നലെ കനകക്കുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ വഴി ടിക്കറ്റും പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ പോയി. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓൺലൈൻ വഴി ടിക്കറ്റ് പർച്ചേസ് ചെയ്താലും അവിടെ എത്തിയിട്ട് അതിനെ ഫിസിക്കൽ ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും തകർത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കിഡ്സിന് വേണ്ടി ഒരു കുട്ടിയോളവും അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ഇവന്റ്സും കാര്യങ്ങളും സ്റ്റോൾസ് എല്ലാം ആദ്യമേ കയറി പോകുന്ന ഏരിയയിൽ തന്നെ ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പെറ്റ് അഡോപ്ഷന്റെ ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോഴേക്കും കൂടുതൽ ഒഴിഞ്ഞു കിടക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പെറ്റിനെ അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മെയിൻ സ്റ്റോൾസ് എല്ലാം വരുന്ന ഒരു ഏരിയ എത്തിയത്. നമ്മുടെ ട്രിവാൻഡ്രത്തിന് തന്നെ ഇഷ്ടംപോലെ ഹോം ഗ്രൗണ്ട് ബ്രാൻഡ്സും സ്റ്റോഴ്സും എല്ലാം അവിടെ കാണാൻ പറ്റിയായിരുന്നു. അവിടെ കൂടുതലും ക്ലോത്തിങ്, ജ്വല്ലറി, ഹോം ബേക്കേഴ്സ് അങ്ങനെയുള്ള സ്റ്റോഴ്സാണ് കൂടുതലും കണ്ടത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്റ്റോറാണ് ഈ മർഫീസ്. മഫിൻസും കുക്കീസും എല്ലാം ഉണ്ടായിരുന്നു. ടൈറ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ വീട്ടുകാർക്ക് വേണ്ടി കുറച്ച് ഐറ്റംസും പർച്ചേസ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോയി. വീട്ടുകാരെല്ലാം അത് കഴിച്ചിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ എന്റർടൈൻമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം അവിടെ നടക്കുകയായിരുന്നു. ചിലയിടത്ത് ടോക്ക് ഷോസ്, ചിലയിടത്ത് DJ, പിന്നെ അവിടെ പിള്ളേരുടെ കളരിപ്പയറ്റ് സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഏരിയയിൽ ഇങ്ങനെ സോങ്സ് ഒക്കെ പാടി അങ്ങനെ ഒരു വൈബിലുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഗെയിംസിനാണെങ്കിൽ അതും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരുന്നു. ഓരോ ഏരിയയിലും ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഗെയിംസ് നടക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും വേണ്ട, ചുമ്മാ കറങ്ങി നടക്കാനാണെങ്കിലും നല്ല ലൈറ്റ്സ് ഒക്കെ കണ്ട് ആ ഏരിയ കൂടെ ഒക്കെ നടക്കുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഭയങ്കര രസമാണ് ഇങ്ങനെ ട്രിവാൻഡ്രം കത്തി നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ നേരെ ഫുഡ് കോർട്ട് ആ ഒരു ഏരിയയിലേക്ക് പോയി. ഇഷ്ടംപോലെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ഹെൽത്തി ഓപ്ഷൻ പിടിക്കാൻ വേണ്ടി ബിഗ് പോപ്പേഴ്സ് ചെയ്യുന്ന ഒരു സ്മോക്ക് ചിക്കൻ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഒരു 250 റുപ്പീസിന് വേർത്തായിരുന്നു ആ ഒരു ഐറ്റം. സോ മൊത്തത്തിൽ കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ഓണം ഫെസ്റ്റിവൽ. അതേപോലെ ഇനിയുള്ള 2 ദിവസവും ഇവിടെ കനകക്കുന്നിൽ ഈ ഫെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 3 മണി തൊട്ട് 10 മണി വരെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. എൻട്രി ഫീ വന്നിട്ട് ഒരാൾക്ക് പെർ ഡേ 350 റുപ്പീസ് ആണ് വരുന്നത്. അതിപ്പോൾ ഗ്രൂപ്പ് ബുക്കിംഗ്സ് ആണെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ്സിൽ അത് കിട്ടും. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഗൈസ്.